കാറ്റിൽ വീഴാമെഴുതിരി നാളം ആരോ തന്നു വഴികളിൽ കാണാൻ തോന്നും കനവെഴുതുന്നു ആരോ വന്നെൻ മിഴികളിൽ ആകാശമേ നീ കൈ നീട്ടിയോ സ്നേഹച്ചിറെല്ലാം കൈയെടുത്തിട്ട് കുഞ്ഞുങ്ങളെ തൊടയിലൊക്കെ പിടിച്ചോണ്ട് കേൾക്കാൻ ഞാൻ പറയുന്ന കാര്യം പുസ്തകം അമ്മയെന്ന പുസ്തകം വായിക്കാൻ എന്നെ പഠിപ്പിച്ച എൻ്റെ അപ്പനാണ്. കണ്ണെത്തിടാ ദൂരത്തിൽ പറന്നോ പിന്നെയും എന്റെ മനസ്സേ ആയാമഞ്ചലിലേറി കണ്ണെത്തിടാ ദൂരത്തിൽ പറന്നോ പിന്നെയും എന്റെ മനസ്സേ. ഇല്ലേ, ഏതൊരു കുഞ്ഞും ആദ്യത്തെ അമ്മ ചിന്തിച്ചു, ആദ്യത്തെ ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ സമയത്ത് ഒരാദ്യം പിടിച്ചത് നിങ്ങളുടെ കയ്യിൽ ഈ ചുണ്ടുവരലാണ്. ആ പിടുത്തം നിങ്ങൾ മക്കൾ കൈവിട്ട് കളഞ്ഞിട്ടും പിടുത്തം വിരിക്കാതെ നിങ്ങൾ മുറുക്കെ പിടിച്ചോടെ മക്കൾ ഇന്ന് അന്തസ്സായിട്ട് ജീവിതത്തിൽ കറ ചെയ്ത മക്കളായിട്ട് ഇവിടെ ഇരിക്കാൻ കാരണം ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്. എന്നെ പൊക്കിൾക്കുടി മുറിക്കുമ്പോൾ ഡോക്ടർ അമ്മയോട് ചോദിക്കും വേദനിക്കുന്നുണ്ടോ. അപ്പൊ അമ്മ തിരിച്ചു ചോദിക്കുന്ന അമ്മ പറയുന്ന വേദനിക്കുന്നുണ്ടെന്നല്ല, ഇത് മുറിക്കുമ്പോൾ കുഞ്ഞിന് വേദനിക്കുമെന്ന്. ശരിയല്ലേ? വരും നാളെ ഒരിക്കലും നടുക്കിയ സ്വപ്നം ഞാനറിയാ പാതകളിൽ ആരോ വരുന്നിതാ തണലുമായി ഓരോ നേരം നിലാവിനാൽ തൊടും നീ താനേ ഏറും പ്രതീക്ഷ തൻ മധുരം എന്നോമൽ കൂട്ടായി നെഞ്ചോട് ചേർക്കാം നിന്നെ ഞാനൊന്നിതാ. അങ്ങനെ പ്ലസ് ടു ജീവിതം അവസാനിച്ച് എന്ത് രസമായിരുന്നല്ലേ. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ 2 വർഷവും പോയി. കാറ്റാടിത്തണലും തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും മാറ്റുള്ളൊരു പിന്നു മറയത്തൊളി കണ്ണു കളിയൂ ഞാനാടുന്നേ ഇടനാടിയില മതിയാവിൽ ഒരു നാളിലും നീ നല്ലൊരു നേരം ഇതുപോലെ സുഖമറിയുന്നൊരു കാലം കാറ്റാടിത്തണലും തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും. ഈ സ്കൂളിന്റെ അങ്കണത്തിലെത്തുന്നത് വലിയ സന്തോഷകരമാണെങ്കിലും ഈ ഓഡിയൻസ് നമുക്ക് അത്രമേൽ സന്തോഷം പ്രദാനം ചെയ്യുന്നതല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം 10, 12, 14 വർഷക്കാലം ഈ സ്കൂളിന്റെ ഭാഗമായിരുന്ന കുട്ടികൾ അവർ ഈ സ്കൂളിനോട് വിട പറയുന്നത് അങ്ങേയറ്റം വൈകാരികമായിട്ടുള്ള ഒരു ദിവസമാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കൾ, നിങ്ങളോട് വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയാണ് ഈ വേദിയിൽ ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ വലിയ ഭാഗ്യമുള്ളവരാണ്. ഹൈറേഞ്ചിൽ ഇതിനപ്പുറത്തേക്കൊരു സാധ്യത നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് ഈ കുട്ടികളുടെ വിദ്യാഭ്യാസ രൂപീകരണത്തിൽ അവരുടെ ജീവിതത്തിന്റെ വളർച്ചയുടെ നിർണായകമായ കാലഘട്ടത്തിൽ നിങ്ങൾ എടുത്തിട്ടുള്ള തീരുമാനം അത് തെറ്റിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഈ കുട്ടികളെ ഇവിടുന്ന് പടിയിറക്കിക്കൊണ്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അഭിമാനത്തോടെ ആശ്വസിക്കാം. പ്രിയപ്പെട്ട കുട്ടികൾക്ക് അഭിമാനിക്കാം. കാരണം നാളുകളിൽ നിങ്ങൾക്ക് നെഞ്ചുകരിച്ച് പറയാം നിങ്ങൾ ഏത് കലാലയത്തിലാണ് പഠിച്ചതെന്ന്. അതൊരു അഭിമാനമായ ഘടകമാണ്. കാരണം നമ്മൾ പഠിച്ച കലാലയം നമ്മുടെ സ്വഭാവത്തെ അടയാളപ്പെടുത്തുന്നതാണ്, നമ്മുടെ കഴിവിനെ സൂചിപ്പിക്കുന്നതാണ്. നമ്മൾ പഠിച്ച കലാലയം നമ്മുടെ പ്രാപ്തിയെ അളക്കുന്നതാണ്. നമ്മൾ പഠിച്ച കലാലയം നമ്മുടെ മനുഷ്യത്വ ബോധത്തെ അളക്കുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ വിജയമാതായി നിന്നും ഈ കഴിഞ്ഞ നാടുകളിലൂടെ രൂപീകരിക്കപ്പെട്ടു. ഇന്ന് ഇതിന്റെ
യാത്രയുടെ ഭാഗമായിട്ട് ഇവിടെ എത്തി നിൽക്കുമ്പോൾ നിങ്ങൾ അങ്ങേയറ്റം അഭിമാന ബോധത്തോടെ ഈ കലാലയത്തിന്റെ പടിയിറങ്ങാം. ഞങ്ങളെ രൂപപ്പെടുത്തിയത് വിജയമാതയാണ് എന്ന് അഭിമാനത്തോടെ പറയാം. ഇന്ന് കുട്ടികൾ ഒറ്റയ്ക്കല്ല പരീക്ഷ എഴുതുന്നത്. ഇന്ന് ഇടതും വലതും മാതാപിതാക്കൾ ഇരിക്കുന്നതും അവരുടെ ചുറ്റുവട്ടത്തായി അധ്യാപകർ സുരക്ഷിതമായി നിലയുറപ്പിച്ചിരിക്കുന്നത് കാരണം നിങ്ങൾ ഒറ്റയ്ക്കല്ല, നമ്മൾ ഒരുമിച്ചാണ് ഈ പോരാട്ടത്തിന് സജ്ജമാകുന്നത്. നിങ്ങൾക്ക് ലഭ്യമാകുന്ന ഉയർച്ചയും താഴ്ചയും അത് നമ്മൾ ഒരുമിച്ചാണ് പങ്കിടുന്നത്. നിങ്ങൾ ജയിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ചാണ് ജയിക്കുന്നത്, നിങ്ങൾ പരാജയപ്പെടാൻ നമ്മൾ ഒരുമിച്ചാണ് തോറ്റുപോകുന്നത് എന്ന് അവരെ പറഞ്ഞ് അവരുടെ മനസ്സിന് കരുത്തു പകരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഉള്ളത് എന്ന് തിരിച്ചറിയുക. ആ വിശ്വാസം അവർക്ക് പകർന്നു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ബ്ലെസ്സിംഗ് സെന്ററിലേക്ക് വെച്ചിട്ടുള്ളത്. അവരുടെ മനസ്സിന് കരുത്തു പകരാൻ വേണ്ടിയിട്ടാണ്. When trouble